ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചതിലും കടുത്ത വെല്ലുവിളിയാണ് ഫ്രാൻസിന് പരാഗ്വേ നൽകിയത്. ഒടുവിൽ കിലിയൻ എംബാപ്പയുടെ രണ്ടാം പകുതിയിലെ പെനാൽറ്റി ഗോളിൽ 1-0 എന്ന സ്കോറിനെ ഫ്രാൻസ് വിജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ചത് ഫ്രാൻസ് ആയിരുന്നു. എംബാപ്പയും ഡെംബലയും ബാർക്കോളയും ഒലീസയും ചേർന്ന് ആക്രമണം നടത്തിയെങ്കിലും പരാഗ്വേയുടെ പ്രതിരോധം അസാധാരണമായിരുന്നു. 5 ഡിഫൻഡറുമായി കളത്തിലിറങ്ങിയ പരാഗ്വേ ഫ്രാൻസിന് ബോക്സിനുള്ളിൽ വ്യക്തമായ അവസരങ്ങൾ നൽകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. ആദ്യ പകുതി ഫ്രാൻസിന് നിരവധി കോർണറുകളും ആക്രമണങ്ങളും ലഭിച്ചെങ്കിലും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറുവശത്ത് പരാഗ്വേ കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഭീഷണി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും മൈക്ക് മെയ്ഞ്ഞാനും ഫ്രഞ്ച് പ്രതിരോധവും മികച്ച രീതിയിലാണ് അത് തടഞ്ഞത്. രണ്ടാം പകുതിയിലും മത്സരത്തിൻ്റെ ചിത്രം ഏറെ മാറിയില്ല. ഫ്രാൻസ് തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പരാഗ്വേ പ്രതിരോധത്തിലേക്ക് കൂടുതൽ ഒതുങ്ങി. ഒടുവിൽ 70-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഡെസിറെ ഡുവെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്യപ്പെട്ടു. റഫറി ആദ്യം കളി തുടരാൻ അനുവദിച്ചെങ്കിലും വാർ പരിശോധനയ്ക്ക് ശേഷം ഫ്രാൻസിന് പെനാൽറ്റി അനുവദിച്ചു. ആ നിർണായക അവസരത്തിൽ എംബാപ്പെ യാതൊരു പിഴവും വരുത്താതെ പന്ത് വലയിലെത്തിച്ച് ഫ്രാൻസിന് ലീഡ് സമ്മാനിച്ചു. ഗോൾ വഴങ്ങിയതിനു ശേഷമാണ് പരാഗ്വേ കൂടുതൽ ആക്രമണ മനോഭാവം കാണിച്ചത്. അവസാന മിനിറ്റുകളിൽ അവർ സമനിലയ്ക്കായി ശക്തമായി ശ്രമിച്ചെങ്കിലും ഫ്രാൻസിൻ്റെ പ്രതിരോധം തകർന്നില്ല. മെയ്ഞ്ഞാൻ്റെ നിർണായകമായ സേവുകളും ഡിഫൻഡർമാർ നിർണായക ബ്ലോക്കുകളും നടത്തി വിജയം ഉറപ്പിച്ചു. ഈ മത്സരത്തിൽ ഫ്രാൻസ് ജയിച്ചെങ്കിലും അവരുടെ ആക്രമണ നിരയ്ക്ക് പതിവ് മൂർച്ച ഉണ്ടായിരുന്നില്ല. മറുവശത്ത് പരാഗ്വേ ലോകത്തിലെ ശക്തരായ ടീമുകളെപ്പോലും എങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വീണ്ടും തെളിയിച്ചു. ജർമ്മനിയെ പുറത്താക്കിയ ടീം എന്ന നിലയിൽ അവർ ഫ്രാൻസിനെയും അവസാന നിമിഷം വരെ സമ്മർദ്ദത്തിലാക്കി. ഈ വിജയത്തോടുകൂടി ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. അവിടെ അവരുടെ എതിരാളികൾ മൊറോക്കോയാണ്. നിലവിലെ ഫോമും പ്രതിരോധ ശക്തിയും കണക്കിലെടുത്താൽ അത് ഫ്രാൻസിന് മറ്റൊരു കടുപ്പമേറിയ വെല്ലുവിളിയാണ്. ഈ നിർണായക ഗോളോടെ കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ വീണ്ടും ശക്തമായ സന്ദേശമാണ് ലോക ഫുട്ബോളിന് നൽകിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മാത്രമല്ല, നോക്കൌട്ട് മത്സരങ്ങളിലും നിർണായക ഗോളുകൾ നേടുന്ന താരം എന്ന നിലയിൽ എംബാപ്പെ തൻ്റെ മികവ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്കും അതിനപ്പുറത്തേക്കും മുന്നേറുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ മത്സരങ്ങളും കൂടുതൽ ഗോളുകളും നേടാനുള്ള അവസരങ്ങളും ലഭിക്കും. നിലവിലെ ഫോമും ആത്മവിശ്വാസവും കണക്കിലെടുക്കുമ്പോൾ ഈ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ ഏറ്റവും ശക്തമായ അവകാശികളിൽ ഒരാളാണ് കിലിയൻ എംബാപ്പെ. മറുവശത്ത് അദ്ദേഹത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. ഈ കുതിപ്പ് കിരീടത്തിലേക്കോ അതോ ഗോൾഡൻ ബൂട്ടിലേക്കുമാകുമോ എന്ന് ഇനി വരുന്ന മത്സരങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എംബാപ്പെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുമോ അതോ മെസ്സി വീണ്ടും രാജാവാകുമോ? കാത്തിരുന്ന് കാണാം. അവസാനമായി പറയുകയാണെങ്കിൽ സ്കോർ ലൈൻ 1-0 മാത്രമായിരുന്നെങ്കിലും ഇതൊരു സാധാരണ മത്സരമായിരുന്നില്ല. പരാഗ്വേയുടെ പോരാട്ട വീര്യം ഫ്രാൻസിൻ്റെ ക്ഷമയും ഒത്തുചേർന്ന മികച്ച നോക്കൌട്ട് പോരാട്ടമായിരുന്നു ഇത്. നിർണായക നിമിഷത്തിൽ ടീമിനെ രക്ഷിച്ചത് വീണ്ടും കിലിയൻ എംബാപ്പെ തന്നെയായിരുന്നു. ഇനി ഫ്രാൻസ് ലോകകപ്പ് കിരീടത്തിലേക്കുള്ള യാത്ര തുടരുമോ അതോ മൊറോക്കോ മറ്റൊരു അട്ടിമറി ഒരുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.